എനിക്കില്ലേ അലക്സേ ബഡ്സ് ചെവിലിടാൻ ഭയങ്കര ഇഷ്ടമാണ്. അത് ഇടുമ്പോഴില്ലേ വീണ്ടും വീണ്ടും നല്ല സുഖം ഇട്ടിട്ടിട്ട് അങ്ങനെ ഡേർട്ട് കിട്ടുമോ ഇല്ലോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. പക്ഷെ അത് ഇടുമ്പോൾ നല്ലൊരു ഒരു റിലാക്സ്ഡ് ആയിട്ടുള്ള ഫീലിംഗ് അടിപൊളിയായിരിക്കും. പക്ഷെ ഇൻഫെക്ഷൻ കൂടെ വന്നു കഴിയുമ്പോൾ നല്ല പ്രശ്നമായിരിക്കും. അറിയോ ബഡ്സ് നമുക്ക് ഓവറായിട്ട് ചെവിക്കകത്തിടും. നമ്മുടെ ചെവിയുടെ സ്ട്രക്ചർ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചെവിക്ക് അകത്തോട്ട് ആക്ച്വലി ഒന്നും ഇടാൻ പാടില്ല എന്നാണ്. നമ്മൾ ഇയർബഡ്സ് വെക്കുന്നതും നമ്മൾ ഹിയറിംഗ് എയ്ഡ് വെക്കുന്നതും ബഡ്സ് ഇടുന്നതും ഇതെല്ലാം ഒരു ഫോറിൻ ബോഡിയാണ് നമ്മുടെ ചെവിക്കുള്ളിലേക്ക് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. നമ്മുടെ ചെവിക്കകത്ത് വാക്സ് ഉണ്ടാവുമെന്ന് കേട്ടിട്ടുണ്ടോ? വാക്സ് എടുക്കാനാണ് നമ്മൾ ഈ ബഡ്സ് ഇട്ട് ക്ലീൻ ചെയ്യാനായിട്ട് നോക്കുന്നത്. വാക്സ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വെളിയിൽ നിന്ന് ഇവിടെ നിന്നുള്ള എന്തെങ്കിലും സാധനം ചെവിക്ക് ഉള്ളിലോട്ട് പോയി കഴിഞ്ഞാൽ അത് അകത്തോട്ട് പോവാതിരിക്കാൻ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയുള്ളൊരു മെക്കാനിസമാണ് ഈ വാക്സ് എന്ന് പറയുന്നത്. അപ്പം നമ്മൾ ബഡ്സ് ഇടുവോ, ഇത് ഇയർ ബഡ്സ് നമ്മൾ കുറേ നേരം ഉപയോഗിക്കുമോ, ഹിയറിംഗ് എയ്ഡ് ഒക്കെ വെക്കുമ്പോൾ ഒബ്വിയസ്ലി നമുക്ക് ഇയർ വാക്സ് കൂടുതൽ ഉണ്ടാവാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ ബഡ്സ് ഇടുമ്പോൾ എന്ത് പറ്റുമെന്ന് വെച്ചാൽ നമുക്ക് ഇതുപോലെ വാക്സ് കൂടുതൽ ഉണ്ടാവും. അപ്പം നമ്മൾ ആദ്യത്തെ പ്രാവശ്യം ബഡ്സ് ഇടുമ്പോൾ ഇവിടെ വാക്സ് വരും. അത് കഴിഞ്ഞ് നമ്മൾ ഇതിൻ്റെ അകത്തോട്ട് വീണ്ടും ഒരു ബഡ്സ് ഇടുമ്പോൾ നമുക്ക് നമ്മളുടെ വാക്സ് ഉണ്ടാകുന്ന ഫസ്റ്റ് ടേൺ ഓഫ് ഇയർ കനാലിന്റെ ഫസ്റ്റ് ടേണിലാണ് വാക്സ് ഉണ്ടാവുന്നത്. ഈ ഫസ്റ്റ് ടേണിലാണ് ഉണ്ടാവുന്നത്. ഇവിടുന്ന് ഒരു വാക്സ് നമ്മൾ പുഷ് അല്ലെങ്കിൽ ഇയർബഡ്സ് നമ്മൾ പുഷ് ഇത് ചെയ്യുമ്പോൾ വാക്സ് ഈ ഫസ്റ്റ് ടേണിൽ നിന്ന് തള്ളി സെക്കൻഡ് ടേണിലോട്ട് അകത്തോട്ട് വരും. അപ്പൊ അങ്ങനെ വരുമ്പോൾ എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ യൂഷ്വലി നമുക്ക് ഈ ഫസ്റ്റ് ടേണിൽ ഇരിക്കുമ്പോൾ വാക്സ് തന്നെ ഡ്രൈ ആയിട്ട് നമ്മൾ ഉറങ്ങുമ്പോഴൊക്കെ അത് പൊടിയായിട്ട് പുറത്തോട്ട് പോകും. പക്ഷെ നമ്മളിത് പുഷ് ചെയ്ത് അകത്തോട്ട് കൊണ്ടുവരുമ്പോൾ പിന്നെ അത് പുറത്തോട്ട് പോകത്തില്ല. അതവിടെ മോയ്സ്ചറായിട്ട് അവിടെ തന്നെ നിൽക്കും. പിന്നെ അവിടെ തന്നെ ഇരുന്ന് കറുത്ത് ഒരു ഡാർക്ക് ഇതായിട്ട് അവിടെ ഇരിക്കും. നമ്മുടെ ചെവി ബ്ലോക്ക്ഡ് ആയിട്ടുള്ള ഫീലിംഗ് ഒക്കെ നമുക്ക് വരാനായിട്ട് തുടങ്ങും. അതേപോലെ തന്നെ പിന്നെയും നമ്മൾ ഫോഴ്സിൽ ഇത് അപ്ലൈ ചെയ്യുമ്പോഴാണ് നമുക്ക് ഇയർ ഡ്രമ്മിൻ്റെ അകത്ത് റപ്ചറും ഈ ചെവിക്കലിന് ഡാമേജും ഒക്കെ വരുന്നത്. പിന്നെ ഒരു ഇഷ്യൂ വരുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ ബഡ്സ് യൂഷ്വലി സ്റ്റെറിലൈസ്ഡ് ആയിരിക്കില്ല. അപ്പൊ അതിൻ്റെ അകത്തുള്ള ബാക്ടീരിയാസും നമ്മൾ ചെവിക്ക് അകത്തോട്ട് വന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരിക്കുക. വഴിയെ കൂടെ പോയതിനെ നമ്മളെടുത്ത് ചെവിക്കകത്ത് വെച്ച പോലെ ഇരിക്കും. ബഡ്സ് ഇടാൻ പാടില്ലെന്ന് വിചാരിച്ചപ്പോ ഞാൻ വിചാരിച്ചു ഞാൻ അടുത്തത് വല്ല ചാവിയോ കീച്ചേനോ അങ്ങനെ എന്തെങ്കിലും. എന്താണെങ്കിലും എന്തിട്ടാലും ഇൻഫെക്ഷൻ അകത്തോട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. മാക്സിമം ചെവിക്കകത്തോട്ട് ഒന്നും ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. അപ്പൊ എന്നെ പോലെ ബഡ്സ് യൂസ് ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇത് വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഇൻഫർമേഷനാണ്. ഈ ബഡ്സ് ഇട്ടിട്ട് വേർത്ത് നമ്മുടെ ചെവി കളയണോ? നമുക്ക് ആൾക്കൂട്ടി 2 ചെവിയല്ലേ ഉള്ളത്. അപ്പൊ ചെവിയെ പ്രൊട്ടക്ട് ചെയ്യുക. അടുത്ത പ്രാവശ്യം ബഡ്സ് യൂസ് ചെയ്യാതിരിക്കുക.